നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാനായി പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ സ്ഥാനം എന്നാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതിനാൽ തന്നെ ടൈംലെസ് ആണ്. അതിനാൽ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന കാര്യം നിങ്ങൾക്ക് ബാധകമായി തീരാം. അതുപോലെ തന്നെ ഇതിൽ വരുന്നതായ എനർജി, സിറ്റുവേഷൻ, ക്ലോസ് എന്നിങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ടവ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്തവ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ വ്യക്തി തീർച്ചയായും പാരമ്പര്യമായ കാര്യങ്ങൾ മുറുകെ പിടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ ഉള്ളവരാണ്. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ വന്ദിക്കുക. ആ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം വിശ്വസിക്കുന്നതായ ആ ശക്തിയെ വന്ദിക്കുക. അല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന് ഏവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ അല്ലെങ്കിൽ പോലും ഇവരുടെ ഫാമിലിയിൽപ്പെട്ട മറ്റ് വ്യക്തികൾ, അംഗങ്ങൾ അവരുടെ പാരമ്പര്യം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാകുവാൻ സാധ്യത കൂടുതലുള്ളവരാകുന്നു. ഈ ഒരു വ്യക്തി തീർച്ചയായും കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം ജീവിതത്തിൽ എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നതായ ഒരു വ്യക്തിയാണ്. കുടുംബത്തിന് നൽകുന്നതായ ബഹുമാനം കഴിഞ്ഞുള്ളൂ ആ വ്യക്തിക്ക് മറ്റുള്ളവർ നൽകുന്ന സ്ഥാനം. മറ്റുള്ളവർക്ക് അവർ നൽകുന്ന സ്ഥാനം. നിങ്ങൾ കുട്ടികളൊക്കെയായി ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, അതല്ല ലോങ് ഡിസ്റ്റൻസിൽ കഴിയുന്ന വ്യക്തിയാകുവാനും സാധ്യത ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റൊരു ബന്ധം തകർന്നിരിക്കുന്നതായ സാഹചര്യത്തിൽ ഉള്ള വ്യക്തികളെയും അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് വിഷമതകൾ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ മനസ്സിൽ കണ്ടിരിക്കുന്നതായ ആ വ്യക്തി. കാരണം അവർക്ക് മറ്റുള്ളവരോട് അവരുടെ മനസ്സിലെ വേദന പറയുവാൻ, പ്രകടിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ലായിരിക്കാം. ഇവിടെ കാണുന്നത് അപ്രകാരമാകുന്നു. നിങ്ങളെ പിരിയേണ്ടി വന്ന ആ വിഷമം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പെയിനും മറ്റൊരാളോട് പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള വിഷമത്തിലൂടെയാണ് ആ വ്യക്തി ജീവിച്ച് പോകുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലാണ് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മനസ്സിലാക്കുവാൻ സാധിച്ച മറ്റൊരു കാര്യം, ആ വ്യക്തി നിങ്ങളിലേക്ക് വരാതിരിക്കാൻ മറ്റൊരു വ്യക്തി തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാതിരിക്കുവാൻ മറ്റൊരു വ്യക്തി പ്രവർത്തിക്കുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അവർ അനുഭവിക്കുന്ന വിഷമതകളും പ്രയാസങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് ആ വ്യക്തിയുടെ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലൊരു മാനസികാവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്തെന്നാൽ ഒരു തുറന്നു പറച്ചിലൂടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യേണ്ട അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും എന്നതിലൂടെ ഈ വ്യക്തി കടന്നു പോകുന്നു എന്നതും വാസ്തവമാണ്. ചിലപ്പോൾ ഈ വ്യക്തി സമൂഹത്തിന്റെ മുൻപിൽ പോറൽ പോലുമില്ലാതെ നോർമലായി പെരുമാറുന്നുണ്ടാകാം. അവരുടെ ഉത്തരവാദിത്തങ്ങളും ജോലിയും വളരെ നല്ലതായി തന്നെ ചെയ്ത് പോകുന്നുമുണ്ടാകാം. എങ്കിൽ പോലും ഈ വ്യക്തി മാനസികമായി ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തി പെട്ടെന്ന് ഡൗൺ ആകുന്നുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു. മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ അവരുടെ മനസ്സിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ തളർന്ന് പോകുന്നതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മാനസികപരമായി ഉള്ളു തുറന്ന് ഒന്ന് ചിരിക്കാൻ, മാനസികമായി സന്തോഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പുറമെ അത്തരത്തിൽ ചില കാര്യങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും
അത് യാഥാർത്ഥ്യമല്ല എന്നതാണ് വാസ്തവം. അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നതായ കാര്യം, അവരുടെ ഈ സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കിയെങ്കിൽ എന്ന് തന്നെയാണ്. ഈ വ്യക്തി മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് മുൻപിൽ ആ വ്യക്തി തെറ്റുകാരനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ്. ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് ഈ വ്യക്തിയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാകണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ഉണ്ടാകുന്നില്ല. ഈ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ എത്ര അകൽച്ചയിലാണ് എങ്കിൽ പോലും അവരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. കാരണം അവർക്കറിയാം നിങ്ങൾ അവരെ മാത്രമാണ് കെയർ ചെയ്തിട്ടുള്ളത് എന്ന്. നിങ്ങൾ നൽകിയ സ്നേഹം അതേ അളവിൽ മറ്റാരും അവർക്ക് നൽകിയിട്ടില്ല എന്നത് തന്നെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നൽകിയാണ് അവർ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടാകാം അകന്ന് നിൽക്കുന്നത്. എങ്കിൽ പോലും ഇതിനു മുൻപ് നിങ്ങൾക്കിടയിൽ സംഭവിച്ച തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തെറ്റുകൾ ക്ഷമിച്ച് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചതാണ്. ഇതിനു മുൻപും അവർക്ക് ക്ഷമ നിങ്ങൾ നൽകി. നിങ്ങൾക്ക് ആ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹത്താലാണ് അത്തരത്തിൽ ക്ഷമിച്ചിട്ടുള്ളത്. എന്നാൽ ഈ തവണ ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കാത്ത രീതിയിലാകാം ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അത്രയധികം പെയിൻ അവർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് ഉണ്ടാകുന്നതുമല്ല. അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് പോസിറ്റീവായും നെഗറ്റീവുമായും ചിന്തിക്കുന്നുണ്ട്. ഇവിടെ കാണുന്നത് ആ രണ്ട് വ്യക്തികളുടെ ഇടയിൽ അകപ്പെട്ട രീതിയിലാണ്. ഒരു സൈഡിൽ നിങ്ങൾ ആണെങ്കിൽ മറ്റൊരു വശത്ത് ആ വ്യക്തി നിൽക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് മറുവശത്ത് അഥവാ മറ്റൊരു വശത്ത് നിൽക്കുന്നത്. ചിലപ്പോൾ ഒരു കുടുംബാംഗം തന്നെയാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാധാന്യമുള്ള മറ്റൊരു വ്യക്തി ആയിരിക്കാം. ഈ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വന്നതുകൊണ്ട് തന്നെയാണ് ഒരു സെപ്പറേഷൻ ഉണ്ടായത്. ഇത് നിങ്ങൾ തമ്മിൽ അകലാൻ ഒരു കാരണമാകാം. ഇപ്പോൾ കറന്റ്ലി നിങ്ങൾ തമ്മിൽ അകൽച്ച അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ഇല്ല എങ്കിൽ പോലും നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. അതിന് അവർക്ക് കഴിയുന്നതല്ല. ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത്രയധികം താല്പര്യം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നതിന് മുൻപ് അവർക്ക് ചുറ്റിലും ഉള്ളവരിൽ നിന്നും കിട്ടാത്ത ഒരു സ്നേഹം, ഒരു കെയറിംഗ് ആണ് നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അവർക്കതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ഇവിടെ നോക്കുകയാണ് എങ്കിൽ അവർ എല്ലാ തരത്തിലും നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തിയെ കൊണ്ട് നടക്കാനാവില്ല എന്ന തിരിച്ചറിവ് ആ വ്യക്തിക്ക് നല്ലതുപോലെയുണ്ട്. നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാരണത്താൽ മാറി നിൽക്കുകയാണ് എങ്കിൽ പോലും എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും ആ പേഴ്സണെ ഓർക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഈ ഒരു വ്യക്തിയും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് എങ്കിൽ പോലും നിരവധി തടസ്സങ്ങൾ ഉണ്ടാകും. തേർഡ് പാർട്ടിയിൽ നിന്നും അങ്ങനെയുള്ള ഇടപെടലുകൾ സംഭവിക്കാവുന്നതുമാണ്. ആ ഒരു തിരിച്ചറിവും ആ വ്യക്തിക്കുണ്ട്. എങ്കിലും ആ വ്യക്തി ചിന്തിക്കുന്നത്, അവർ ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അംഗീകരിക്കുമോ എന്നുള്ള ആശങ്ക ആ വ്യക്തിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ ഒരു സ്ഥാനമാണ് ആ വ്യക്തി മനസ്സിൽ നൽകിയിട്ടുള്ളത് എന്നും കാണുവാൻ സാധിക്കുന്നു.